വിനോദസഞ്ചാരികളുടെ ആകർഷണമായ ജീപ്പ് സഫാരി നിരോധനത്തിൽ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ശക്തമായ പ്രതിഷേധം. 1500ഓളം കുടുംബങ്ങളിലെ ഉപജീവന മാർഗം മുടങ്ങുമെന്ന് സമരക്കാർ പറഞ്ഞു. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി 300-ലേറെ ജീപ്പുകളാണ് സർവീസ് നടത്തുന്നത്. ജില്ലയിൽ തന്നെ കർഷകരുടെ നഷ്ടം കണക്ക് നികത്താനാകാത്ത അവസ്ഥയിലെത്തുമ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആകർഷണമായ ഒന്നാണ് ജീപ്പ് സവാരി. ജില്ലയിൽ മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടുതലും ആകർഷിക്കുന്ന ജീപ്പ് സഫാരിയാണ്. പ്രദേശത്തെ യുവാക്കൾ ഉപജീവന മാർഗത്തിനായി ലക്ഷങ്ങൾ മുടക്കി ജീപ്പ് വാങ്ങി ഓടിച്ചാണ് കുടുംബം പോറ്റുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ജീപ്പ് സഫാരിക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രദേശവാസികളായ ജീപ്പ് ഡ്രൈവർമാർ ദുരിതത്തിലായി. ടൂറിസത്തിൽ നമുക്ക് എന്താ പ്രശ്നം വരും? അവർ ആസ്വദിക്കാൻ വരുന്നു, നല്ല സ്ഥലത്തേക്കല്ലേ ആൾക്കാർ വരുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഗോൾഡൻ അവാർഡ് കിട്ടാൻ കാന്തൂരിനെ പറ്റിയത്? ഇവിടെ അത്ര നല്ല കാലാവസ്ഥയും അത്ര നല്ല പ്രകൃതിയുമാണ്. പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരായി ശക്തമായിട്ട് തന്നെ നമ്മളെല്ലാം പുറപ്പെടും. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് അധികാരമുണ്ട്. കളക്ടർ തീരുമാനിക്കും. മൊത്തത്തിൽ കളക്ടർ ഏറ്റവും IAS ആണ്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ അവസ്ഥ കളക്ടർ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം ക്ഷണിച്ചു ഓരോ കാര്യങ്ങൾക്കായിട്ട്. കളക്ടർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചമ്പക്കാട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് മാങ്ങാപ്പാറ സ്ഥലത്തേക്ക് വിളിച്ചു, അവിടെയും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ചെങ്ങറക്കാർക്ക് ഒരു സ്ഥലം കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഒരു കണ്ടുപിടുത്തം അവർ നടത്തി, ഭൂമി ഇടിഞ്ഞു പോകാമെന്ന്. അപ്പോഴല്ലേ വേറെ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന ഭാഗമാണ് മറയൂർ കാന്തല്ലൂർ മേഖല. ഇവിടെ കാർഷിക മേഖല വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി പ്രതിസന്ധിയിലാണ്. വിനോദസഞ്ചാര മേഖല കൊണ്ടാണ് പലരും ഉപജീവനം കഴിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മുരുകന്മല, കച്ചാരം വെള്ളച്ചാട്ടം, അരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം, ഭ്രമരം വ്യൂ പോയിന്റ്, പഴം പച്ചക്കറിത്തോട്ടങ്ങൾ ഉൾപ്പെടെ 10 സ്ഥലങ്ങളിലേക്കാണ് ജീപ്പ് സഫാരി നടത്തുന്നത്. 300 ജീപ്പുകളാണ് മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി സർവീസ് നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണം വന്നതോടെ എന്തു ചെയ്യുമെന്നറിയാതെ ജീപ്പ് ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന ഡ്രൈവർമാർ ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, മറയൂർ.